വെൽക്കം ടു ദൻ മലയാളം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദൻ വെബ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് ദൻ വെബ് പ്ലാറ്റ്ഫോമിലൂടെ എങ്ങനെ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒരുപാട് സ്റ്റുഡൻസ്, എൻ്റെ തന്നെ ഒത്തിരി സ്റ്റുഡൻസ് എന്നോട് ചോദിക്കുന്നു, സാർ ദൻ വെബ് പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് ട്രേഡ് എക്സിക്യൂഷൻ വളരെ ക്വിക്കായിട്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെ മനസ്സിലാക്കി തരാൻ പറ്റുമോ എന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നു. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ദന്നിൻ്റെ വളരെ ഈസി ആയിട്ടുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ദൻ ട്രേഡ് എക്സിക്യൂഷന് വേണ്ടിയിട്ട് നമുക്ക് ദൻ വെബ് പ്ലാറ്റ്ഫോം വഴി നമുക്ക് ലഭ്യമാണ്. സോ അതിൽ എന്തൊക്കെയാണ് നമുക്ക് അറിയേണ്ടതെന്നും എങ്ങനെ ക്വിക്കായിട്ട് ട്രേഡ്സ് നിങ്ങൾ ഏത് ഇൻസ്ട്രുമെൻറ്റോ ആയിക്കോട്ടെ, ഈക്വിറ്റി ആയിക്കോട്ടെ, ഓപ്ഷൻസ് ആയിക്കോട്ടെ, ഫ്യൂച്ചേഴ്സ് ആയിക്കോട്ടെ, കമോഡിറ്റീസ് ആയിക്കോട്ടെ, എല്ലാറ്റിനും നമുക്ക് ദൻ വെബ് പ്ലാറ്റ്ഫോം വഴി എത്ര ക്വിക്കായിട്ട് നമുക്ക് ട്രേഡ് എക്സിക്യൂഷനിലേക്ക് പോകാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക്. അതിനോടൊപ്പം തന്നെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ട്രേഡിംഗ്, നിങ്ങളിപ്പോൾ ഇൻട്രാഡേ ചെയ്യുന്നവരാണോ, അതോ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് ഡെലിവറി മോഡിൽ ട്രേഡ് എടുക്കുന്നവരാണോ, സ്വിംഗ് ട്രേഡിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഡെലിവറി മോഡിൽ ട്രേഡ് എടുക്കുന്നവരുണ്ടാവും, ഇൻട്രാഡേയിൽ ട്രേഡ് എടുക്കുന്നവരുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് MTF ഫെസിലിറ്റി തന്നിരിക്കുന്ന MTF ഫെസിലിറ്റി ഉപയോഗിച്ച് ട്രേഡ് എടുക്കുന്നവരുണ്ടെങ്കിൽ അത്തരക്കാർക്ക് എങ്ങനെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഡേഴ്സ് ലൈക്ക് മാർക്കറ്റ് ഓർഡർ എന്നാൽ എന്ത്, ലിമിറ്റ് ഓർഡർ എന്നാൽ എന്ത്, ട്രിഗർ ഓർഡർ എന്നാൽ എന്ത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സോ എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. വെൽക്കം ടു ദൻ മലയാളം വൺസ് അഗെയിൻ. സോ മെമ്പേഴ്സ്, ദൻ വെബ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ദൻ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. dan.co എന്ന് നിങ്ങൾ ക്രോമിൽ നിങ്ങളുടെ വെബ് ബ്രൗസറിൽ എൻ്റർ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. അത് 4 ടൈപ്സ് 4-5 ടൈപ്സ് ഓഫ് ദന്നിൻ്റെ ആപ്സ് നിങ്ങൾക്ക് വെബിൽ തന്നെ കാണാൻ കഴിയും. നിങ്ങളതിൽ ഗ്രീൻ കളറിലോ അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡർ എന്ന് പറയുന്ന ഇതിലോ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലോഗിൻ വിൻഡോ വരും. അതിൽ സിമ്പിളായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുക്കുക. മൊബൈലിൽ നിങ്ങൾ ദന്നിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക. ദന്നിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിൽ നിന്ന്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഏറ്റവും ടോപ്പിൽ നിങ്ങൾ നിങ്ങളുടെ ഇമേജോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യേണ്ട ഒരു പോർഷൻ ഉണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ലോഗിൻ ടു ഡെസ്ക്ടോപ്പ് എന്നൊരു ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾക്കൊരു സ്കാനർ വരും. സ്കാൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രൊസീഡ് എഹെഡ് എന്നൊരു ടാബ് ഇവിടെ കാണാൻ കഴിയും, ഒരു മെനു. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് എഹെഡിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ നേരെ ഹോം പേജിലേക്ക് നിങ്ങളുടെ തന്നെ ആപ്പിൽ ഉണ്ടായിരുന്ന അതേ ലോഗിൻ തന്നെ നിങ്ങളുടെ വെബിൽ നിങ്ങൾക്ക് വിസിബിൾ ആകും. വെരി ക്വിക്കായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ നിന്ന് നമ്മൾ ഓൾറെഡി ദന്നിൻ്റെ വെബ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് എന്തൊക്കെയാണ് ദന്നിൻ്റെ ഫീച്ചേഴ്സ് എന്നും എന്തൊക്കെ തരം ട്രേഡ്സ്, എന്തൊക്കെ തരം ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് ദന്നിലൂടെ ട്രേഡ് ചെയ്യാം, ഇത്തരം കാര്യങ്ങൾ ഞാൻ പ്രീവിയസ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനിറ്റീവായിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ദന്നിൻ്റെ ഓർഡർ എക്സിക്യൂഷൻ പോർഷനായിട്ടുള്ള ഈ വീഡിയോയിലേക്ക് നിങ്ങൾ വരേണ്ടതാണ്. കാരണം അതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്റ്റാർട്ടിങ് മുതൽ ദൻ വെബ് പ്ലാറ്റ്ഫോം എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഒരു ക്യൂ കിട്ടുകയും ചെയ്യും. സോ ദാറ്റ് വിൽ ബി വെരി ഇമ്പോർട്ടൻറ്റ്. കാണാത്തവരുണ്ടെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കാണണം. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ വിത്ത് ദന്നിൻ്റെ ട്രേഡ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്നുള്ളതാണ്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്റ്റോക്ക് ഞാനിവിടെ, നമുക്ക് സ്റ്റോക്ക് സെലക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ സ്ട്രൈക്ക് സെലക്ട് ചെയ്യണം, സ്റ്റോക്ക് സെലക്ട് ചെയ്യണം, ഫ്യൂച്ചേഴ്സ് സെലക്ട് ചെയ്യണം, എല്ലാറ്റിനും ഇവിടെ കാണുന്ന സെർച്ച്, ഈ ഒരു ടാബാണ് വെരി ഇമ്പോർട്ടൻറ്റ് ടാബ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, സേ ലൈക്ക് ഇപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ പേര് TCS, ഞാനിതാ ഇവിടെ നിന്ന് TCS എന്ന് ടൈപ്പ് ചെയ്യുന്നു. TCS എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് TCSൻ്റെ തന്നെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയും. TCS ടാറ്റ കൺസൾട്ടൻസി സർവീസിൻ്റെ NSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കിൻ്റെ ആണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ചൂസ് ചെയ്യാം. BSE ആണെങ്കിൽ തൊട്ട് താഴെ. അത് കഴിഞ്ഞ് ടാറ്റ TCSൻ്റെ ഫ്യൂച്ചേഴ്സ് അറിയണമെങ്കിൽ, അതിൻ്റെ സമ്മറി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ TCSൻ്റെ സമ്മറി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ടാറ്റ കൺസൾട്ടൻസി സർവീസ് TCSൻ്റെ ഓപ്ഷൻ സമ്മറി എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. ദെൻ ഓപ്ഷൻ ചെയിൻ അറിയാൻ പറ്റും. ദെൻ ഫ്യൂച്ചേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്യൂച്ചേഴ്സ്, നിയർ ഫ്യൂച്ചർ, കറണ്ട് ഫ്യൂച്ചർ, നെക്സ്റ്റ് ഫ്യൂച്ചർ ആൻഡ് ഫാർ മന്ത് ഫ്യൂച്ചർ. സോ ഇത്തരം ഫ്യൂച്ചേഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാം. ഇപ്പം നിങ്ങൾ അറിയാത്തവർക്ക് അത് ഒന്നും മനസ്സിലാകത്തില്ല. സോ ടാറ്റ കൺസൾട്ടൻസി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സും ക്വിക്കായിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ദൻ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ നമുക്ക് കാണാൻ കഴിയും.
ഇവിടെ നിന്ന് ഞാനിപ്പോൾ ടാറ്റ കൺസൾട്ടൻസിയുടെ NSE ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് എനിക്ക് ബൈ ചെയ്യണം എന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ സെല്ല് ചെയ്യണം എന്ന് വെച്ചോളൂ. ബൈ ചെയ്യാനാണെങ്കിൽ സിംപ്ലി ഇവിടെ ബൈ ബട്ടൺ ഇവിടെ ഉണ്ട്, ബി എന്ന് പറയുന്നത് ബൈ ബട്ടൺ, അത് ക്ലിക്ക് ചെയ്യുക. ടാറ്റ കൺസൾട്ടൻസി സർവീസ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു വിൻഡോ ഓപ്പൺ ആയതുകൊണ്ടോ നോക്കൂ, അതിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. കറണ്ട് മാർക്കറ്റ് പ്രൈസ്, അതിൽ തന്നെ ചേഞ്ചസ് നമുക്ക് ഓരോ റിയൽ ടൈമിൽ നമുക്ക് ഇവിടെ ചേഞ്ചസ് നമുക്ക് കാണാൻ കഴിയും. ദെൻ തൊട്ട് താഴെ നോക്കൂ, ട്രേഡിംഗ്, ദെൻ പേ ലേറ്റർ. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡൺ വെബ് പ്ലാറ്റ്ഫോമിൽ ട്രേഡിംഗ് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇൻട്രാഡേ ട്രേഡിങ്ങിനാണ്. ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ്. നിങ്ങളിപ്പോൾ ഇൻട്രാഡേ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ട്രേഡിംഗ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യണം. ട്രേഡിംഗ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ ലിവറേജ്, ഇൻട്രാഡേ ട്രേഡ്സ് എപ്പോഴും എന്തായിരിക്കും, നമുക്ക് കൂടുതൽ കാശ്, നമുക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി, കൂടുതൽ കാശ് നമുക്ക് ധനിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്താണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ താഴെ നോക്കൂ, ഒരു ടാറ്റ കൺസൾട്ടൻസിയുടെ യഥാർത്ഥ കോസ്റ്റ് എത്രയാണ്, ഒരു ഷെയറിൻ്റെ കോസ്റ്റ് ഇപ്പോൾ റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 2962 രൂപയാണ്. പക്ഷേ തൊട്ട് താഴെ നോക്കൂ, മാർജിൻ റിക്വയർഡ് എന്ന് കാണിക്കുമ്പോൾ ഇവിടെ 593.35 ഉണ്ടോ, ഓൾമോസ്റ്റ് 5 ടൈംസ് നമ്മൾക്ക് കുറഞ്ഞിട്ട് നമ്മൾ 2962 രൂപ കൊടുക്കേണ്ടുന്ന സ്ഥാനത്ത് നമുക്ക് എത്ര കൊടുത്താൽ മതി, 593 രൂപ നമ്മുടെ കയ്യിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ബാലൻസ് എമൗണ്ട് 5x കണ്ടോ, 5.01x എന്ന് വെച്ചാൽ 5 ടൈംസ് അധികമായിട്ട് ആര് തരുന്നു, ധൻ നമുക്ക് ട്രേഡ് ചെയ്യാൻ തരുന്നു. ദിസ് ഈസ് ഫോർ ഇൻട്രാഡേ ഫെസിലിറ്റി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലിവറേജ്ഡ് പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ലിവറേജ് പ്രൊഡക്റ്റ് എടുക്കുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ലാഭം നമുക്ക് സമ്പാദിക്കാം. അതേമാതിരി തന്നെ അതിൻ്റെ ഡേഞ്ചറസ് വശവും നിങ്ങൾ മനസ്സിലാക്കണം. ഡേഞ്ചറസ് വശം എന്ന് പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സ്റ്റോക്ക് 3000 ഉറുപ്പിക ഉള്ള ഒരാൾക്ക് ഇപ്പോൾ ടാറ്റ കൺസൾട്ടൻസിയുടെ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് നമ്മൾ നോർമൽ ഇക്വിറ്റി ആയിട്ട് ബൈ ചെയ്യുകയാണെങ്കിൽ ഒരു സ്റ്റോക്ക് മാത്രമേ വാങ്ങാൻ കഴിയത്തുള്ളൂ. പക്ഷേ ഇതേ 3000 ഉറുപ്പികയ്ക്ക് നിങ്ങൾക്ക് മാർജിൻ ട്രേഡിലൂടെ ഇൻട്രാഡേയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 4 സ്റ്റോക്കിനും പുറത്ത് നമുക്ക് മേടിക്കാൻ സാധിക്കും. അപ്പോൾ പക്ഷേ വിലയിലുള്ള വ്യത്യാസം നോക്കൂ, 4 സ്റ്റോക്കിന് ടാറ്റ കൺസൾട്ടൻസി സർവീസ് നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് അത് ഒരു 5 രൂപ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 ഗുണം 4 സ്റ്റോക്ക് എടുത്തവർക്ക് 5 ഗുണം 4, അപ്പോൾ 20 രൂപയുടെ വ്യത്യാസം വരും. പക്ഷേ ഒരു സ്റ്റോക്ക് എടുത്ത ആൾക്ക് അതേ വില 5 ഗുണം 1 5 രൂപയുടെ ഡിഫറൻസ് വരും. സോ അത് പ്രോഫിറ്റിൽ അപ്പോൾ എത്ര ബാധിക്കും, 20 രൂപ കിട്ടുന്നത് നമുക്ക് കൂടുതൽ ലാഭം കിട്ടും. ഒരേ ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ നമുക്ക് കൂടുതൽ ലാഭവും കിട്ടാം. ഇനി അറ്റ് ദ സെയിം ടൈം അതിൻ്റെ കോൺ എന്താണ്, അതിൻ്റെ നെഗറ്റീവ് വശം എന്താണ്, ലോസിലേക്ക് പോവുകയാണെങ്കിൽ 5 പോയിന്റ് ലോസിൽ പോവുകയാണെങ്കിൽ അതേമാതിരി ലോസും അതേ 20 റുപ്പീസ് ലോസ് ഒരാൾക്ക് സംഭവിക്കുന്നു. ഇനി ഒരാൾക്ക് എത്ര ലോസ് സംഭവിക്കുന്നു, 5 രൂപ ലോസ് സംഭവിക്കുന്നു. സോ ദാറ്റ് ഡിഫറൻസ് നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഉപയോഗിക്കുക. ഇൻട്രാഡേ ട്രേഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് പേ ലേറ്റർ. പേ ലേറ്റർ എന്ന് പറയുന്നത് നോക്കൂ, ഇവിടെ പേ ലേറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതും ഏതാണ്ട് നമുക്ക് ഇൻട്രാഡേയിൽ മാർജിൻ ലഭിക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ മാർജിൻ്റെ അളവ് ഇൻട്രാഡേ അല്ല. ഈ പേ ലേറ്റർ എന്ന് പറയുന്നത് സെയിം കൈൻഡ് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ നിങ്ങൾ ടാറ്റ കൺസൾട്ടൻസി സർവീസ് TCS ഒരു സ്വിംഗ് ട്രേഡിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചോളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നിങ്ങൾ ഇപ്പോൾ നമ്മൾ TCS എടുത്തത് കൊണ്ട് നമ്മൾ TCSനെ പറ്റി സംസാരിക്കും. ഏത് സ്റ്റോക്ക് നിങ്ങൾ ട്രേഡിലേക്ക് പോയാലും നിങ്ങൾക്ക് MTF ഫെസിലിറ്റി ഓൾമോസ്റ്റ് ഒത്തിരി സ്റ്റോക്സിന് MTF ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. MTF ഫെസിലിറ്റി എന്ന് പറയുന്നത് സിമ്പിളാണ്. നമ്മൾ മാർജിൻ ട്രേഡ് ഫണ്ട് നമ്മളുടെ അതേമാതിരി തന്നെ ഇൻട്രാഡേയിൽ നമുക്ക് മാർജിൻ ധൻ തരുന്നത് മാതിരി തന്നെ സ്റ്റോക്ക് വാങ്ങി ഹോൾഡ് ചെയ്യാനും നമ്മൾക്ക് ധൻ എന്ത് തരുന്നുണ്ട്, MTF ഫെസിലിറ്റി തരുന്നുണ്ട്, മാർജിൻ തരുന്നുണ്ടാവും. പക്ഷേ ഇൻട്രാഡേയിൽ കിട്ടുന്ന മാർജിനേക്കാളും ഒരല്പം കുറവായിരിക്കും നമുക്ക് ഹോൾഡ് ചെയ്യാൻ തരുന്ന സ്റ്റോക്സിൻ്റെ മാർജിൻ. ഡിഫറൻസ് ഇവിടെ നോക്കൂ, ഇവിടുത്തെ മാർജിൻ റിക്വയർമെൻറ്റ് എത്രയാണെന്ന് കാണിക്കുന്നത് നോക്കൂ. നമുക്ക് നേരത്തെ 590 സംതിങ് ആയിരുന്നു, പക്ഷേ MTFിലേക്ക് എടുക്കുമ്പോൾ അത് 652 റേഞ്ച്, ചെറിയ ഡിഫറൻസ് വരുന്നത് കണ്ടോ.
അത്രയും ഡിഫറൻസ് ഉണ്ട്. എത്ര ടൈംസ് ആണ്? 4.5 ടൈംസ് തരുന്നുണ്ട്. ഇൻട്രാഡേയിൽ അത് 5 ടൈംസ് ആൻഡ് എബോ ആയിരുന്നു. പക്ഷേ MTF-ൽ അത് 4.5 ടൈംസ് ഉണ്ട്. എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, എല്ലായ്പ്പോഴും എല്ലാ സ്റ്റോക്കുകൾക്കും ഒരേ തരത്തിലുള്ള MTF എമൗണ്ട് മാർജിൻ നമുക്ക് കിട്ടും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഡിപ്പെൻഡ്സ് അപ്പോൺ സ്റ്റോക്സിൻ്റെ ക്രെഡിബിലിറ്റി, സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻറ്റൽസ്, സ്റ്റോക്കിൻ്റെ ക്വാളിറ്റി ഓഫ് ദി സ്റ്റോക്സ്, അത് ഏത് സെക്ടറിലുള്ളതാണ്, Nifty 50-ലുള്ള സ്റ്റോക്കാണോ, Nifty 100, 200, 500 അത്തരം സ്റ്റോക്സിലൊക്കെ ഡിഫറെൻറ്റ് സ്റ്റോക്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർജിൻസ് നമുക്ക് ലഭ്യമാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് പേ ലേറ്റർ ഫെസിലിറ്റി. പേ ലേറ്റർ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റോക്ക് മേടിക്കുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് നമ്മൾ പ്ലഡ്ജ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതൊക്കെ വളരെ ക്വിക്കായിട്ട് തന്നെ നിങ്ങൾക്ക് ആ പ്രോസസ്സൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. വൺ ടൈം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഓരോ തവണയും പ്ലഡ്ജ് ചെയ്ത് അതിന് റിലീസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് പിന്നീട് ചെയ്ത് പറഞ്ഞുതരാം, എന്താണ് അത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എനിവേ, പേ ലേറ്റർ വഴി നിങ്ങൾക്കും ബൈ ചെയ്യാം. ദ നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് ഇൻവെസ്റ്റിംഗ്. ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഡൺ കൺസോളിൽ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ വേറെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അതിൽ ഡെലിവറി എന്ന് കണ്ടെന്ന് വരാം, ചിലതിൽ ഇൻവെസ്റ്റിംഗ് എന്ന് കാണും. നമ്മൾ ഇതിൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്, ഡെലിവറി എന്ന് പറയുന്നത് സിമ്പിൾ, എത്രയാണോ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ ആ മാർക്കറ്റ് പ്രൈസിന് നമ്മൾ ഫുൾ ക്യാഷ് കൊടുത്ത് മേടിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡെലിവറി എന്ന് പറയുന്നത്. സോ വളരെ സിമ്പിളായുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ചും കൂടി സ്ലോ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ ഉള്ളൂ. മനസ്സിലാക്കാൻ ഇതുപോലും അറിയാത്ത ഒത്തിരി പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞു തരുന്നത്. സോ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കാശ് ഒരു തരത്തിലും ധനിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു ലോൺ തരികയോ ലോൺ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഒന്നും എടുക്കാണ്ട് നമ്മുടെ സ്വന്തം കാശ് കൊണ്ട് എടുക്കുമ്പോൾ നമ്മളൊരു ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോഴുള്ള ഗുണം എന്താണ്? അത് ഒരു നെഗറ്റീവ് സൈഡിലേക്ക് പോയാലും നമ്മൾക്കത് പിന്നീട് തിരിച്ച് കയറുന്നത് വരെ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എത്ര കാലം വരെ വേണേലും നമുക്ക് ഹോൾഡ് ചെയ്യാം. ഇനി പോസിറ്റീവിലേക്ക് വരുമ്പോഴോ അപ്പോഴും നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് വരുന്നത് വരെ ആ പീരീഡ് വരെ നമുക്ക് വെയിറ്റ് ചെയ്താലോ എത്ര പീരീഡ് എടുത്താലും ആരും ഒന്നും നമ്മളോട് ചോദിക്കത്തില്ല. ആരും ഒന്നും എന്തിന് നിങ്ങളത് ഹോൾഡ് ചെയ്യുന്നു എന്നൊന്നും ആരും നമ്മളോട് ചോദിക്കത്തില്ല. സോ അതൊരു വളരെ പ്ലസ് പോയിന്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക, ഫസ്റ്റ് തിങ്. സോ അപ്പോൾ 3 തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന്, ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇൻട്രാഡേ ട്രേഡിംഗ് ആണ്. പേ ലേറ്റർ എന്ന് പറയുന്നത് MTF ആണ്. പേ ലേറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും അല്ലേ, പിന്നീട് കാശ് കൊടുത്താൽ മതി. പിന്നീട് എന്ന് പറഞ്ഞാൽ എപ്പോൾ കൊടുക്കണം? നമ്മൾ കയ്യിൽ നിന്ന് കാശ് കൊടുക്കണ്ട. നമ്മൾ ട്രേഡ് ക്ലോസ് ചെയ്യുന്ന പോസിറ്റീവ് സൈഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ നെഗറ്റീവിലോ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നും ആ എമൗണ്ട് അവർ തിരിച്ചെടുക്കുന്നതാണ്. ഓക്കെ, ദെൻ കംസ് ടു ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഡെലിവറി എടുക്കുന്ന പോലെയാണ്. നമ്മൾ ഫുൾ ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ സ്റ്റോക്ക് മേടിക്കുന്നതിന് ഡെലിവറി. ഇനി അടുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഡർ മെക്കാനിസം. ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ഓർഡേഴ്സിനെ എക്സിക്യൂട്ട് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ പഠിക്കേണ്ട അടുത്ത കാര്യം. അതായത് ഒരേ ഇൻസ്ട്രുമെൻറ്റിനെ തന്നെ നമുക്ക് വ്യത്യസ്ത തരം ഓർഡേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാം. ഒന്ന്, മാർക്കറ്റ് ഓർഡർ. സിമ്പിളായിട്ട് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ ലൈവ് മാർക്കറ്റിൽ എന്താണോ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രൈസ് എന്താണോ അതേ പ്രൈസിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിനെ മേടിക്കണം, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റിന് നമുക്ക് ബൈ ചെയ്യണമോ സെല്ല് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? മാർക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇവിടെ ഇപ്പോൾ നോക്കൂ, മാർക്കറ്റ് ഓർഡർ. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിൻ്റെ ക്വാണ്ടിറ്റി നമ്മളിപ്പോൾ മാർക്കറ്റ് ഓർഡറിൽ ഒരു സംഭവം ഇത് ചെയ്തു. അതിൽ മാർക്കറ്റ് ഓർഡറിൽ ഞാനിപ്പോൾ ഇതിലിപ്പോൾ മാർക്കറ്റ് എന്ന് കാണിക്കുന്നുണ്ടോ? മാർക്കറ്റ് ഇവിടെ ലോക്ക്ഡ് ആയിട്ട് കാണിക്കുന്നത്. ഇതിനർത്ഥം എന്താണ്? ഇപ്പോൾ കറണ്ട് റണ്ണിങ് പ്രൈസ് 2963, 2963, 64 റേഞ്ച് കാണിക്കുന്നുണ്ട്. സോ ഈ ഒരു സാധനത്തിൽ എനിക്കിപ്പോൾ ഇവിടെ ഇൻസ്റ്റൻറ്റ് ബൈ കൊടുക്കുക, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ കണ്ടോ ബൈ സെല്ലുന്നൊരു ഓപ്ഷൻ കണ്ടോ, ടൂഗിൾ ബാർ പോലെ. നമ്മൾ ഇപ്പുറത്തേക്ക് നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലാകാം, ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അതിനെ ബൈ ചെയ്യാൻ പറ്റും. സോ ബൈയോ സെല്ലോ നമ്മൾക്ക് മാർക്കറ്റിൽ തന്നെ, നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ തന്നെ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഓപ്ഷൻ്റെ പേരാണ് മാർക്കറ്റ്. ഇനി ലിമിറ്റ് ഓർഡർ. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ടാറ്റ കൺസൾട്ടൻസി സർവീസ് 2965 റുപ്പിയയിൽ ട്രേഡ് ചെയ്യുന്നു. എനിക്ക് ടാറ്റ കൺസൾട്ടൻസി സർവീസ് എൻ്റെ ആസ് എ ട്രേഡർ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഒരു വ്യൂ പോയിന്റ്, അതേമാതിരി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഓരോ ട്രേഡേഴ്സിനും അവരുടേതായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ടാവും ബേസ്ഡ് ഓൺ ഇപ്പോൾ 2966 എന്ന് പറയുന്ന ഈ ഒരു സോണിൽ നിന്നും
പ്രൈസ് ഒരു 2750 രൂപ വരുമ്പോൾ, അല്ലെങ്കിൽ പ്രൈസ് ഇപ്പോൾ 2950 രൂപ വരുമ്പോൾ, ഓക്കെ ഇപ്പോൾ 66 നിന്നും ഒരു 16 പോയിന്റ് താഴെ വരുമ്പോൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനും താഴെ പോവില്ല എന്ന് ആണ് എൻ്റെ വ്യൂ എങ്കിൽ നമുക്ക് എന്തുപയോഗിക്കാം? ലിമിറ്റ് ഓർഡർ ഉപയോഗിക്കാം. നല്ല ശ്രദ്ധിക്കണം, താഴ്ന്ന പ്രൈസിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അതിൽ നിന്നും താഴ്ന്ന വിലയ്ക്ക്, മുകളിലേക്ക് പോകുന്ന വിലയല്ല, താഴ്ന്ന വിലയ്ക്ക് 2966 താഴെ നിങ്ങൾക്ക് ഇപ്പോൾ 67 ഇതാ ഇപ്പോൾ 66 നിൽക്കുന്നു, 65 വാങ്ങണമെങ്കിൽ പോലും നിങ്ങൾക്ക് ലിമിറ്റ് ഓർഡർ ഉപയോഗിക്കാം. ഇല്ല 2950 മേടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റ് എത്ര ഇവിടെ ഇടണം? ഇതാ ഞാനിപ്പോൾ ലിമിറ്റ് പ്രസ് ചെയ്തു, ക്വാണ്ടിറ്റി നമ്പർ എത്ര വേണം നിങ്ങൾക്ക് ക്വാണ്ടിറ്റി നിങ്ങളിവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 100 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എനിക്കിവിടെ നമുക്ക് അതും അറിയാൻ പറ്റും. മാർജിൻ റിക്വയർഡ് എത്ര? 100 ക്വാണ്ടിറ്റി നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ മേടിക്കണമെങ്കിൽ നമുക്ക് 2,96,000 റുപ്പീസ് വേണം. അപ്പോൾ എൻ്റെ അവൈലബിലിറ്റി ഇപ്പോൾ 1,90,000 ഉള്ളൂ. സോ അപ്പോൾ അവിടെ റെഡ് കളറിൽ കാണിക്കുന്നു, നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ നമുക്കിവിടെ ക്വാണ്ടിറ്റി ജസ്റ്റ് ഞാനിപ്പോൾ 75 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 75 ക്വാണ്ടിറ്റി ഞാൻ വാങ്ങണമെങ്കിൽ 2,22,000 വേണം. അതിനും എനിക്ക് പോസിബിൾ അല്ല. അപ്പോൾ ഞാനൊരു 50 ക്വാണ്ടിറ്റി വാങ്ങാൻ പറ്റുമോ എന്ന് നോക്കിയാൽ യെസ്, 50 ക്വാണ്ടിറ്റി വാങ്ങാൻ കഴിയും. കാരണം 1,40,000 നമ്മൾ ഇതിനൊന്നും കാൽക്കുലേറ്റർ ഒന്നും എടുത്ത് നോക്കേണ്ട കാര്യമില്ല. ഇൻസ്റ്റൻ്റ്ലി നമ്മൾ ജസ്റ്റ് ഈ ഫീൽഡിൽ ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യുന്ന മുറയ്ക്ക് നമുക്ക് താഴെ എത്ര റിക്വയർമെൻറ്റ് ഉണ്ട്, എത്ര അവൈലബിലിറ്റി ഉണ്ടെന്ന് വ്യക്തമായിട്ട് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും. വൺ തിങ്. അടുത്ത പോയിന്റ് എന്താണ്? നമ്മളിപ്പോൾ ക്വാണ്ടിറ്റി സെറ്റ് ചെയ്തു. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ 1 ക്വാണ്ടിറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ 1 ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്തു. ലിമിറ്റ് പ്രൈസ് എന്ന് പറയുന്ന ഫീൽഡിൽ കണ്ടോ, അത് എപ്പോഴും ഡിഫോൾട്ടായിട്ട് വരുന്നത് എന്താണ്? കറക്റ്റായിട്ടുള്ള മാർക്കറ്റ് പ്രൈസ് ആണ് ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് അവിടെ നിൽക്കുക. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ ഇപ്പോൾ എനിക്ക് 2,950 രൂപ വരുമ്പോൾ എനിക്ക് ഇത് എക്സിക്യൂട്ട് ആകണം, ട്രേഡ് എക്സിക്യൂട്ട് ആകണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ബൈ ചെയ്യണമെങ്കിൽ എനിക്ക് ലോവസ്റ്റ് പ്രൈസ് അല്ലേ, ബൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ലോവസ്റ്റ് പ്രൈസിൽ വരുമ്പോൾ എനിക്കത് ട്രിഗർ ആവണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ സെല്ല് ചെയ്യാനാണെങ്കിലോ, ഇതേ ഞാനിപ്പോൾ സെൽ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാലോ, ഒരിക്കലും സെല്ലിന് നമ്മൾ അപ്പോൾ കറണ്ട് പ്രൈസിൽ നിന്നും താഴത്തെ പ്രൈസ് കൊടുക്കാൻ പാടില്ല, കറണ്ട് പ്രൈസിൽ നിന്നും മുകളിലത്തെ പ്രൈസ് വേണം കൊടുക്കാൻ. 2,967 നിന്ന് 3,000 രൂപ TCS എത്തുമ്പോഴേക്കും ഉടനെ അത് തിരിച്ച് താഴെ വരുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സെൽ എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സെല്ല് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? 3,000 സപ്പോസ് ഇത് എൻ്റെ വ്യൂ, ഇപ്പോൾ 3,000 ആണ് നിങ്ങളുടെ വ്യൂ എങ്കിൽ 3,000 കൊടുത്താൽ മാത്രമേ അത് ലിമിറ്റ് ഓർഡർ എക്സിക്യൂട്ട് ആവും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇൻസ്റ്റൻ്റ്ലി ആ ഓർഡർ എക്സിക്യൂട്ട് ആയി പോകും. അതാണ് അതിൻ്റെ പ്രോബ്ലം. സോ ഇപ്പോൾ ഞാനിപ്പോൾ വീണ്ടും തിരിച്ച് ബൈയിലേക്ക് വന്നു. ബൈയിലേക്ക് വന്നിട്ട് എൻ്റെ വ്യൂ എന്ന് പറയുന്നത് 2,950 എന്ന് പറയുന്ന ഒരു സോണിലേക്ക് പ്രൈസ് എത്തുമ്പോഴേക്കും എനിക്ക് ഈ ഓർഡർ എക്സിക്യൂട്ട് ആകണം എന്നുള്ള രീതിയിൽ ഞാനിവിടെ ഓർഡർ സെലക്ട് ചെയ്തു, ഞാൻ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തു. ദെൻ ഐ ആം ഗോയിങ് ടു എക്സിക്യൂട്ട് ദി ഓർഡർ. നോക്കൂ, ഇൻസ്റ്റൻറ്റ് ബൈ, ഇൻസ്റ്റൻറ്റ് ബൈ ഞാൻ പ്രസ് ചെയ്തു. ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. നേരെ ഓർഡേഴ്സിൽ പോവുക. ഓർഡേഴ്സിൽ പോയി കഴിയുമ്പോൾ ഇവിടെ നോക്കൂ, ഓർഡേഴ്സ് ഇവിടെ കിടക്കുന്നുണ്ടാവും. എന്താണ്, ഞാൻ ഇന്ന് ഓൾറെഡി വേറൊരു ഓർഡർ എക്സിക്യൂഷന് വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിരിക്കുകയാണ്. ഓൾറെഡി ഇറ്റ് ഈസ് റണ്ണിങ് ആണ്. അതേമാതിരി ടാറ്റ കൺസൾട്ടൻസി സർവീസ്, ക്വാണ്ടിറ്റി, ലിമിറ്റ് ഓർഡർ, ലിമിറ്റ് പ്രൈസ് എത്രയാണ്? 2,950. ഇനി ഇവിടെ നോക്കൂ, LTP എത്രയാണ്? 2,969. അപ്പോൾ ഇത് 2,969 നിന്നും താഴ്ന്ന് 2,950 ടച്ച് ചെയ്യുന്ന നിമിഷം എൻ്റെ ഈ ഓർഡർ മാർക്കറ്റിൽ ട്രിഗർ ആകും. അപ്പോൾ എനിക്ക് പൊസിഷനിൽ ആ സമയത്ത് ദൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഓർഡറിനെ മാർക്കറ്റിലേക്ക് ട്രിഗർ ചെയ്തിട്ട് നമ്മുടെ ഓർഡറിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്രോസസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ദൻ പ്ലാറ്റ്ഫോം അത് ഏറ്റെടുത്ത് ചെയ്തോളൂ. സോ ദാറ്റ് ഈസ് ദ ജോബ് ഓവർ. അപ്പോൾ നമ്മളിവിടെ ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ ലിമിറ്റ് ഓർഡർ കണ്ടോ, ലിമിറ്റ് ഓർഡർ, പ്രൈസ്, LTP, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ. പ്രൈസ് ലോവസ്റ്റ് പ്രൈസിൽ വരുമ്പോൾ എനിക്ക് മേടിക്കാൻ വേണ്ടി നമ്മൾ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യുന്നു. ഒരിക്കലും നമ്മൾ ഹയസ്റ്റ് പ്രൈസിലേക്ക് മേടിക്കാനാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യരുത്.
അത് നമുക്ക് അടുത്ത ഒരു പോർഷനിലേക്ക് പോവാം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ചെയ്തു. ഐ എം ജസ്റ്റ് ക്യാൻസലിങ്. നിങ്ങൾക്ക് ഈ ഓർഡർ ഇപ്പോൾ ക്യാൻസൽ ചെയ്യണമെന്ന് വെച്ചോളൂ. യെസ്, ഇത് ആർക്കൊക്കെയാണ് നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് വരിക? ഇത്തരം ഓർഡേഴ്സ് നിങ്ങൾ പോസ്റ്റ് മാർക്കറ്റ് ടൈമിൽ നിങ്ങൾ ഓഫീസ് ഗോയിങ് പീപ്പിൾസ്, പലതരത്തിൽ ജോലിയിലുള്ളവർ, ബിസിനസ്സിലുള്ളവർക്ക്, നിങ്ങളെപ്പോലുള്ളവർക്കൊക്കെ നിങ്ങൾ രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പണിന് മുന്നേ ആയിട്ട് നിങ്ങൾ അനാലിസിസ് ഒക്കെ വീട്ടിലിരുന്നിട്ട് നടത്തുക. പിറ്റേ ദിവസത്തെ മാർക്കറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഏതാണ്ട് വ്യൂസ് ഒക്കെ ഉള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ഇത്തരം ഓർഡേഴ്സിനെ നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇത്തരം ഓർഡേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓർഡേഴ്സ് പോസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ പിന്നെ നമ്മൾ ആ സമയം നമ്മൾക്ക് റഷായിട്ട് തിരക്ക് പിടിച്ചിട്ടൊന്നും നമുക്കിത് ചെയ്യേണ്ട കാര്യമില്ല. സോ അത്തരം ഫെസിലിറ്റീസ് നമുക്ക് ഇത് നമുക്ക് കുറഞ്ഞ വിലയിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഓർഡർ എക്സിക്യൂട്ട് ആകണം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട് വച്ചാൽ മാത്രം മതി. റെസ്റ്റ് ദെൻ ആപ്ലിക്കേഷൻ എല്ലാം നോക്കിക്കോളും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ ഈ ബെനിഫിറ്റ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത് ചെറിയ വിലയ്ക്ക് നമ്മൾ വാങ്ങുകയോ അല്ലെങ്കിൽ സെല്ല് ചെയ്യുകയാണെങ്കിൽ വലിയ വില എത്തുമ്പോഴേക്കും സെല്ലാകണം എന്നുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യുക. ഓക്കെ, സോ അടുത്തൊരു ഓർഡർ പോസിബിലിറ്റിയെ പറ്റി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ വീണ്ടും ടാറ്റ കൺസൾട്ടൻസി എടുത്തു നോക്കുന്നു. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കുക? ലിമിറ്റ് ഓർഡർ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ദെൻ കംസ് ടു ട്രിഗർ ഓർഡർ. ട്രിഗർ ഓർഡർ എന്ന് പറയുന്നതാണ് നമുക്ക് വലിയ പ്രൈസിലേക്ക് വരുമ്പോൾ നമുക്ക് ബൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ട്രിഗർ ഓർഡർ യൂസ് ചെയ്യാം. സെയിം പ്രോസസ്സ് തന്നെയാണ്. ക്വാണ്ടിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചു. ട്രിഗർ ഓർഡറിൽ ഇവിടെ രണ്ട് ഫീൽഡ് ഇവിടെ ഓപ്പൺ ആകും. ലിമിറ്റ് ഓർഡറിൽ എപ്പോഴും ഒരു ഫീൽഡേ ഓപ്പൺ ആയിട്ടുള്ളൂ, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. സോ വാട്ട് ഈസ് ട്രിഗർ ഓർഡർ? സേ ഫോർ എക്സാമ്പിൾ 2963 ഈസ് കറൻ്റ്ലി റണ്ണിങ്. എനിക്ക് പ്രൈസ് 2975 എത്തുമ്പോഴേക്കും എനിക്ക് പർച്ചേസ് ചെയ്യണം, ആ പർട്ടിക്കുലർ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആദ്യത്തെ എൻ്റെ പ്രൈസ് ലിമിറ്റ് എത്രയാണ്? 2975. നമ്മളവിടെ ലിമിറ്റ് ഓർഡർ കൊടുത്തു. 2975 നമ്മൾ ലിമിറ്റ് ഓർഡറിൽ കൊടുത്തു. ദെൻ കംസ് ടു ട്രിഗർ. ട്രിഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദന്നിന് നിങ്ങൾക്ക് 2975 രൂപയ്ക്ക് നമുക്ക് സ്റ്റോക്ക് വേണം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന സമയം അത് എപ്പോഴാണ് മാർക്കറ്റിലേക്ക് ആ ഒരു ഓർഡർ സെൻഡ് ചെയ്യേണ്ടുന്നത് എന്നുള്ള ട്രിഗർ. നമ്മളിപ്പോൾ തോക്കിൻ്റെ നിങ്ങൾ ഈ ട്രിഗർ മാത്രം ഓർത്തിയാൽ മതി. തോക്കിൽ ഫുൾ ലോഡ് ചെയ്ത് വെച്ചേക്കാണ്. ഗണ്ണിൽ നമ്മൾ ഒരു ഗണ്ണ് ഷൂട്ട് ചെയ്യാൻ എന്താ ചെയ്യുക? ഗണ്ണിന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് ബുള്ളറ്റ്സ് ഒക്കെ ലോഡ് ചെയ്തിട്ട് നമ്മൾ എയിം ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള ടാർഗറ്റ് വരുന്ന സമയത്ത് നമ്മൾ ടിഷ്യൂം. അപ്പോൾ ആ ഒരു ടിഷ്യൂം എന്ന് പറയുന്നതിന് എന്ത് വേണം? ഒരു ട്രിഗർ വേണം. സോ ദ സെയിം കൈൻഡ് നമ്മുടെ ഓർഡർ എല്ലാം നമ്മൾ ടാർഗറ്റ് ചെയ്തു. 2795 റുപ്പീസ് എത്തുമ്പോഴേക്കും നമുക്ക് ടിഷ്യൂ എന്ന് നമുക്ക് ഓർഡർ ട്രിഗർ എവിടേക്ക്? ഓർഡർ മാർക്കറ്റിലേക്ക് എക്സിക്യൂട്ട് ചെയ്യണം. സോ ആ ടിഷ്യൂമിനാണ് ഇവിടെ ട്രിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രിഗർ അമർത്തി കൊടുക്കാൻ ഒരു പർട്ടിക്കുലർ ട്രിഗർ പോയിന്റും കൂടി നമ്മൾ മെൻഷൻ ചെയ്യാം. ആ ട്രിഗർ പോയിന്റ് എന്ന് പറയുന്നത് 2975 രൂപയിൽ പ്രൈസ് വന്ന് മുട്ടിയതിന് ശേഷം ഒരു പോയിന്റ് മുന്നേക്ക് പോയാൽ പോലും അത് എത്ര വേണേലും കൊടുക്കാം. സേ ഫോർ എക്സാമ്പിൾ ഇവിടെ അതാണ് ട്രിഗർ പ്രൈസ്. ഇവിടെ പോയിന്റിന് പകരം നമ്മൾ പ്രൈസ് എത്രയാണ്? 2975.75. ഇപ്പോൾ പ്രൈസ് എവിടെയാണ് നിൽക്കുന്നത്? 2964 നിൽക്കുന്നത് അല്ലേ? 2964 നിൽക്കുന്ന സമയത്ത് അത് 65, 66, 67 കൗണ്ട് ചെയ്തിട്ട് 2975 എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ലിമിറ്റായി. അപ്പോൾ ലിമിറ്റിൻ്റെ തൊട്ട് മുന്നേ വേണം നമുക്ക് ട്രിഗർ കൊടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ 2974.50 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2974.5 രൂപ പ്രൈസ് എത്തുമ്പോഴേക്കും എൻ്റെ ഓർഡർ എന്ത് ചെയ്യണം? ട്രിഗർ ആകണം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് എത്രയായി? 2975 എത്തിയിട്ടും ഇല്ല, എന്നാൽ 2974.5 നിൽക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് അടുത്ത് നിൽക്കുമ്പോൾ മാത്രം, കാരണം ഒരേ പ്രൈസിൽ ഒരിക്കലും മാർക്കറ്റിൽ നമുക്ക് ലഭ്യമാകണമെന്നില്ല.
നമ്മൾ ട്രിഗർ കൊടുത്ത് ആ പ്രൈസിന് നമ്മൾ വാങ്ങാൻ ഓർഡർ ഇടുമ്പോൾ അതേ പ്രൈസിന് വിൽക്കാനും ആളുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ആ ട്രേഡ് അവിടെ എക്സിക്യൂട്ട് ആകാൻ പറ്റത്തുള്ളൂ. സോ ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാനാണ് ഒരു വ്യത്യസ്ത പ്രൈസ് നമ്മൾ ട്രിഗർ ഓർഡറിന് പ്ലേസ് ചെയ്യേണ്ടത്. ഗോട്ട് ഇറ്റ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് എത്ര വേണേലും കൊടുക്കാം. 274 അല്ല, ഇപ്പോൾ 273 കൊടുത്താൽ പോലും അത് 2000 നിങ്ങൾ വാങ്ങുന്ന ലിമിറ്റ് പ്രൈസ് എത്രയാണോ അതിന് താഴെയായിരിക്കണം ട്രിഗർ പ്രൈസ്. അത്രയേ ഉള്ളൂ എൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. അത് എത്ര വേണേലും ആവാം. പക്ഷേ ഇനി വേറൊരു ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ പെനി സ്റ്റോക്സ് ഒക്കെ ഉണ്ടാവും. 50 രൂപ വിലയുള്ള സ്റ്റോക്ക്, 50 രൂപ വിലയുള്ള സ്റ്റോക്കിൽ ഇതേ ഇപ്പോൾ അതിൻ്റെ ഓരോ പോയിന്റ് എന്ന് പറയുന്നത് 1 പൈസ 2 പൈസ 3 പൈസ 4 പൈസ ആ രീതിയിലായിരിക്കും കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഒരിക്കലും അവിടെ പോയിട്ട് 50 രൂപ പ്രൈസ് നിങ്ങൾക്ക് 51 രൂപയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾ 51 രൂപ ലിമിറ്റ് പ്രൈസ് വിട്ടിട്ട് നിങ്ങൾ ട്രിഗർ പ്രൈസ് 50 രൂപ ഇട്ട് വെച്ചോളൂ. അത് ട്രിഗർ ആകാൻ ഒത്തിരി ലേറ്റ് ആകും. പകരം നിങ്ങൾ 51 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 55 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങണം. 55 റുപ്പീസ് ഐ വോണ്ട് ടു ബൈ ദ സ്റ്റോക്ക്, 55 റുപ്പീസ് എന്നാണ് പ്ലാനെങ്കിൽ നമ്മൾ അതിൻ്റെ ട്രിഗർ പ്രൈസ് എത്ര ഇടണം? ഒരു പൈസയോ 2 പൈസയോ മാക്സിമം ഒരു 5 പൈസ കണക്കിന് ഇടണം. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇതിൽ നോക്കണ്ട. ഇത് ഇപ്പോൾ 50 രൂപ 55 രൂപയിൽ എനിക്ക് ലിമിറ്റ് പ്രൈസ് ആണെങ്കിൽ എൻ്റെ ട്രിഗർ പ്രൈസ് ഞാൻ എത്ര വെക്കണം? അങ്ങനെയാണെങ്കിൽ 54 രൂപ 95 പൈസ വെച്ചാലും ട്രിഗർ ആകും. സോ ഇത് നിങ്ങൾക്ക് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇത് എന്തിനാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രൈസിൻ്റെ എന്താ പറയുക, തോതനുസരിച്ചിട്ട്, അതായത് വലിയ കൂടിയ പ്രൈസസ് ആണെങ്കിൽ കൂടിയ തോതിലുള്ള എന്തുണ്ടാവും? വോളറ്റിലിറ്റി ഉണ്ടാവും. ഇപ്പോൾ 9000 റുപ്പീസ് വിലയുള്ള ഒരു സ്റ്റോക്കിന് ഒരു ക്ഷണനേരം കൊണ്ട് അത് 10 പോയിന്റ്സ് 25 പോയിന്റ്സ് 30 പോയിന്റ്സ് ഒക്കെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കും. പക്ഷെ അതുവേ 100 രൂപ വിലയുള്ള സ്റ്റോക്ക് ഒരൊറ്റ ഇൻസ്റ്റൻസ് കൊണ്ടിട്ട് 5 രൂപയും 10 രൂപയും ഒക്കെ മാറുമോ? ഒരിക്കലും മാറത്തില്ല. ആ ഒരു ലോജിക്ക് നിങ്ങളുടെ എപ്പോഴും മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ വെരി ക്ലിയർലി നിങ്ങളത് മനസ്സിലാക്കുക. സോ അത് എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ വേണം. തീർച്ചയായിട്ടും അത് പലർക്കും അത് മിസ്റ്റേക്സ് വരുന്ന ഒരു പോയിന്റും കൂടിയാണ് ഞാൻ എടുത്ത് പറയുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് ട്രിഗർ ഓർഡർ. സോ ദീസ് 3 തിങ്സ് നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വെബ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട്, ധനിൻ്റെ വെബ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാം. ഇതേ ഇത് തന്നെ നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷനിലും സെയിം ഫെസിലിറ്റി തന്നെയാണുള്ളത്. സെയിം രീതിയിൽ നിങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷൻ എടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ആപ്പിൽ നിങ്ങൾ ഇതേമാതിരി ഇവിടെ എന്താ പറയുക, ഒരു സെർച്ച് ബോക്സ് അതിൽ തന്നെ ഏറ്റവും ടോപ്പിലുണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ബൈ അവിടെയും ഇതേ 3 ഓപ്ഷൻസ്, ട്രേഡിങ്, പേ ലേറ്റർ, ഇൻവെസ്റ്റിംഗ് കാണും. നിങ്ങൾക്ക് ഏതാണ് സൗകര്യം നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുള്ളിൽ തന്നെ മാർക്കറ്റ് ഉണ്ടായിരിക്കും, ലിമിറ്റ് ഉണ്ടായിരിക്കും, ട്രിഗർ ഉണ്ടായിരിക്കും, സൂപ്പർ ഓർഡർ ഉണ്ടായിരിക്കും. ഞാൻ തൊട്ടടുത്ത വീഡിയോ നിങ്ങൾക്ക് സൂപ്പർ ഓർഡർ തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ സൂപ്പർ ഓർഡർ എന്നാൽ എന്ത് എന്നുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലാക്കി നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് സൂപ്പർ ഓർഡർ വീഡിയോ. അപ്പോൾ സൂപ്പർ ഓർഡർ ഫെസിലിറ്റി അതിൻ്റെ വീഡിയോ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് സൂപ്പർ ഓർഡർ ഞാൻ ചെയ്യും. സോ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടും വെബ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം, ഏതൊക്കെ തരം ട്രേഡ്സ് അവൈലബിൾ ആണ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളത് വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. എൻ്റെ പേര് ജയകൃഷ്ണൻ. നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യുബിൾ കമൻസ് നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. നിങ്ങളുടെ സംശയങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻസിൽ മെൻഷൻ ചെയ്ത് നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് സംശയങ്ങളെ ഞാൻ നേരിട്ട് തന്നെ നിങ്ങൾക്ക് സംശയങ്ങൾ ക്ലിയർ ചെയ്ത് തരാനും തയ്യാറാണ്. സോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ധൻ മലയാളത്തിനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.